ഹലോ. ചേട്ടാ മൈക്കിന്നാണേ. പറഞ്ഞോളൂ. ചേട്ടാ വെള്ളയപ്പം ഉണ്ടാവോ? ഉണ്ടല്ലോ. വേറെ എന്തൊക്കെയുണ്ട്? പാലപ്പം ഉണ്ട്, വെള്ളയപ്പം ഉണ്ട്, വട്ടയപ്പം ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്. ചേട്ടാ അപ്പൊ പിന്നെ ഒരു 25 വെള്ളയപ്പം, 10 വട്ടയപ്പം, 15 ഇഡ്ഡലി പാർസൽ ചെയ്ത് വെച്ചേക്കാവോ? ഞങ്ങൾ വന്ന് കളക്ട് ചെയ്തോളാം. എപ്പോഴത്തേക്കാ വേണ്ടേ? ഒരു 3 മണിക്കൊക്കെ സെറ്റാവൂലേ? പിന്നെന്താ, 3 മണിക്കാക്കാം. ഓക്കെ. ഇത് റനിതയും ഷാബുവും ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ ബിസിനസ്സിൻ്റെ കഥയാണ്. എറണാകുളം ജില്ലയിലെ കറുകുറ്റി പഞ്ചായത്തിൽ കാരമറ്റത്ത് ഗോകുൽസൺ ഫുഡ് പ്രൊഡക്ട്സ് എന്ന പേരിൽ ഒരു സംരംഭം നടത്തുകയാണ് ഈ ഫാമിലി. 2005 തുടങ്ങിയത്. 65 ഇഡ്ഡലിയിൽ 100 രൂപ മുതൽ മുടക്കിൽ തുടങ്ങിയ സംരംഭമാണ്. 19 വർഷമായി നമ്മൾ ഈ സംരംഭം തുടങ്ങിയിട്ട്. ഇത് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ വീട് വെച്ചപ്പോൾ ഒരു 2 ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുത്തിരുന്നു. എനിക്ക് പാൽ സൊസൈറ്റിയിലും ചേട്ടന് ത്രെഡ് റബ്ബറിൻ്റെ കമ്പനിയിലായിരുന്നു ജോലി. കിട്ടുന്ന വരുമാനം അതാത് മാസത്തെ കാര്യങ്ങൾ കറക്റ്റ് നടന്നു പോകാനുള്ള വരുമാനം ഞങ്ങൾക്ക് ഉണ്ടായുള്ളൂ. നമുക്ക് കൂടുതൽ വരുമാനം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. ഈ ലോണും കൂടി എടുത്തപ്പോൾ വേറെ 1 രൂപ പോലും മാറ്റി വയ്ക്കാനില്ലാത്തൊരവസ്ഥയായിരുന്നു. എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ അടുത്തുള്ള ക്ലബ്ബിലെ കുട്ടികൾ ടൂർ പോയത്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി തരാൻ പറ്റുമോ ചേച്ചിന്ന് ചോദിച്ചു. അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവർ ടൂർ പോയി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നല്ല അഭിപ്രായം പറഞ്ഞു, നല്ലതായിരുന്നു കേട്ടോ ചേച്ചിന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അവരങ്ങനെ നല്ലൊരു അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചു, നമുക്ക് ജോലിയുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന 50 രൂപ വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു സംരംഭം എന്നുള്ള രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, ഞാൻ രനിത ഉണ്ടാക്കി തന്നാൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അത് സെയിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. ആദ്യം ഒരു 15 ഇഡ്ഡലിക്കാണ് ഒരു കടയിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഒരു 65 ഇഡ്ഡലിയുടെ ഓർഡർ കിട്ടിയപ്പോൾ വീട്ടിലുള്ള ടേബിൾ ടോപ്പ് ഗ്രൈൻഡറും ചെറിയ 21 ഇഡ്ഡലി വേണ ഇഡ്ഡലി പാത്രം വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. 65 ഇഡ്ഡലി അന്ന് തുടങ്ങി, അപ്പോൾ തന്നെ ആരംഭിച്ചു. പിറ്റേ ദിവസം തന്നെ അന്ന് ഞാൻ 100 രൂപയ്ക്ക് കിട്ടുന്ന അരിയും ഉഴുന്നും സാധനങ്ങളും മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ തന്നെ അത് മാവ് അരയ്ക്കാനിട്ടു. പിറ്റേ ദിവസം രാവിലെ തുടങ്ങി സപ്ലൈ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് തന്നെ അത് 300 ഇഡ്ഡലിയിലെത്തി. പിന്നീട് അത് 1000 ഇഡ്ഡലിയിലെത്തി. ഇഡ്ഡലി കഴിഞ്ഞ് പിന്നെ അടുത്തത് വെള്ളയപ്പായി, വട്ടയപ്പായി, അങ്ങനെ ഓരോരോ ഘട്ടമായിട്ട് അങ്ങനെ ഓരോ ഐറ്റത്തിനും ഓർഡർ ഞങ്ങൾക്ക് കിട്ടി. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലായിട്ട് നമ്മളുടെ ചെറിയ ഹോട്ടലുകളിലാണ് നമ്മളിത് സപ്ലൈ ചെയ്യണത്. അതായത് രാവിലെ എത്തിച്ചു കഴിഞ്ഞാൽ അതൊരു ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ തീരാവുന്ന രീതിയിലാണ് നമ്മളിത് സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് കോവിഡിന് മുമ്പ് കുറേ ജോലിക്കാരുണ്ടായിരുന്നു. കോവിഡ് വന്നതോടുകൂടി നമുക്ക് ചെറിയൊരു പ്രശ്നം വന്നു. കാരണം ഹോട്ടൽ ഫീൽഡിനാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. പിന്നെ ഇപ്പം 5 പേര് നമുക്ക് ജോലിക്കാരായിട്ടുണ്ട്. പിന്നെ മെഷീനറി ഉണ്ട്. പാലപ്പവും ഒക്കെ ഉണ്ടാക്കുന്നത് മെഷീനറിയിലാണ്. അതുകൊണ്ട് നമുക്ക് വർക്കേഴ്സിനെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പാലപ്പം ഉണ്ടാക്കുന്ന മെഷീനുണ്ട്, പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്ന മെഷീനുണ്ട്, വട്ടയപ്പത്തിന് സ്റ്റീമറുണ്ട്, അരി പൊടിക്കാനും വറുക്കാനുള്ള മെഷീനറി ഉണ്ട്, പിന്നെ ഗ്രൈൻഡർ ഉണ്ട്. വീടിന് ലോൺ ഉള്ളതുകൊണ്ട് വേറൊരു ലോൺ കിട്ടില്ല എന്നായിരുന്നു ഞങ്ങളുടെ ധാരണ.
കാരണം നമ്മളുടെ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് ബാങ്കിൽ വെച്ചേക്കാണ്. നമുക്ക് ഇത് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്ക് അനുബന്ധ സൗകര്യങ്ങളൊക്കെ വേണമായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പിടിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിന് വർക്ക് ഷെഡ് വേണം, അതിനോടനുബന്ധിച്ചുള്ള മെഷീനറികൾ വേണം. അന്ന് പക്ഷേ അതൊന്നും ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിൽ അതിനുള്ള വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ലോൺ ആവശ്യമുണ്ട്, പക്ഷെ അത് എവിടെ പോകും, ആരെ സമീപിക്കും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അന്നത്തെ നമ്മുടെ അങ്കമാലിയിൽ ഇരുന്ന വ്യവസായ ഓഫീസറായ ചന്ദ്രൻ സാറ് ഒരു ദിവസം ഞാൻ പാൽ സൊസൈറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് അവിടെ കടന്നു വന്നത്. സാറ് ശരിക്കും വന്നത് ക്ഷീര കർഷകർക്ക് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് PMROയുടെ ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സംഘത്തിൽ വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഞാനിങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നുണ്ട്, അതിന് ഞങ്ങൾക്ക് ലോൺ വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ സാറ് അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്കത് ലോൺ എടുത്ത് വിപുലീകരിച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്യാം എന്നുള്ള സാറിൻ്റെ നല്ലൊരു സപ്പോർട്ടാണ് നമുക്കപ്പോൾ അവിടെ നിന്ന് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ലോൺ ഈ സംരംഭത്തിന് വേണ്ടി 2 ലക്ഷം രൂപ അങ്കമാലി ഫെഡറൽ ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടി. അങ്ങനെ നമ്മളത് ആദ്യത്തെ ഘട്ടം നമ്മൾ വിപുലീകരിച്ചു. പിന്നീട് നമുക്ക് പാലശ്ശേരി യൂണിയൻ ബാങ്ക് ലോൺ തന്നു. എപ്പോൾ ചെന്നാവശ്യപ്പെട്ടാലും ബാങ്കിൽ നിന്ന് നല്ല രീതിയിലുള്ള സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 6 ലക്ഷം രൂപയോളം നമ്മുടെ ഈ സ്ഥാപനത്തിന് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. ESS സ്കീമിലും പിന്നെ WIP സ്കീമിലും അതുപോലെ PMROയും ഒക്കെ ആയിട്ട് നമുക്ക് ലോണിന് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് ചക്ക കൊണ്ടുള്ള വട്ടയപ്പം, പിന്നെ റാഗിയുടെ കിണ്ണത്തപ്പം, സ്പെഷ്യൽ ഓർഡറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ റാഗിയുടെ കിണ്ണത്തപ്പവും ചെയ്യാറുണ്ട്. നമുക്ക് 1 മണിക്കൂറിൽ 450 പാലപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ വട്ടയപ്പം 1 മണിക്കൂറിൽ 750 എണ്ണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വട്ടയപ്പത്തിൻ്റെ സ്റ്റീമർ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അതൊരു ചെറുതായിരുന്നു. ഒരു 250 വട്ടയപ്പം വീഴാവുന്ന രീതിയിൽ ഒരു 50,000 രൂപ കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ തന്നു. 50% അതിൻ്റെ സബ്സിഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 50,000 രൂപയ്ക്ക് 25,000 രൂപ നമുക്ക് കിട്ടുകയും ചെയ്യും, ഒരു സ്റ്റീമർ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതേ മോഡലിൽ തന്നെയുള്ളൊരു സ്റ്റീമറിന് ഡിസൈൻ ചെയ്തു. എന്നിട്ട് ഇവിടെ അടുത്തുള്ളൊരു കൂട്ടുകാരനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് വിജയിച്ചു. 2 കൊല്ലം നിന്നുള്ളൂ. അത് ഒറിജിനൽ SS അല്ലായിരുന്നു. SS ഷീറ്റ് എടുത്ത് വലിയത് ഒരു 500 എണ്ണം കൊള്ളാവുന്ന ഒരു സ്റ്റീമർ ഞാൻ സ്വന്തമായിട്ട് ചെയ്തു. ഒരു ചാനലിലൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴാണ് മെറ്റ്ലേജുകാർ ഇവിടെ വന്ന് ഈ സ്റ്റീമർ കണ്ടപ്പോൾ ഇതേമായി ഇതിൻ്റെ വലുതുണ്ടാക്കി തരാമെന്നും പറഞ്ഞ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെഷീൻ, ഒരു സ്റ്റീമർ ഞങ്ങൾക്ക് ഉണ്ടാക്കി കിട്ടി. സ്റ്റാർട്ടിങ് തുടങ്ങി പാലപ്പം നല്ല ഓർഡർ ഉണ്ടായിരുന്നു. 100 പാലപ്പം 150 പാലപ്പം ഒരു മണിക്കൂറിലൊരു ലേഡീസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 500, 600, 1000, 2000, 10,000 പാലപ്പം വരെ വന്നപ്പോൾ ഞങ്ങൾക്കത് ചുട്ട് തീരണുണ്ടായില്ല. പിന്നെ വേസ്റ്റ് കണ്ടമാനം വന്നുണ്ടായിരുന്നു. ചട്ടി കറങ്ങുന്നതിന് ഈ മാവ് കറങ്ങിയാലും ആയാലും മതിയില്ലേ പാലപ്പം ഉണ്ടാക്കാൻ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാനൊരു ചട്ടി ആരോടും പറഞ്ഞില്ല, അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഒരു ഗ്ലാസ്സിൽ ഇത്തിരി മാവ് എടുത്തുണ്ടായി കറക്കി ഒഴിച്ചു നോക്കിയപ്പോൾ പാലപ്പം നന്നായി. അങ്ങനെ രനിതോട് പറഞ്ഞു, ഒരു സംഭവം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഒന്ന് വന്നു നോക്കാൻ പറഞ്ഞ് വൈഫിനെ കാണിച്ചു കൊടുത്തു. ഇത് ഓക്കെയാണ് ചേട്ടാ, ഇത് ഇനിയിപ്പോൾ ഒന്നും ചിന്തിക്കണ്ട, ഇനിയിപ്പോൾ ഇത് മെഷീൻ നമുക്ക് ഉണ്ടാക്കാൻ ഉറപ്പായി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കമ്പനിക്കാരെ വിളിച്ച് അപ്പം തന്നെ വിളിച്ച് കമ്പനിക്കാർ ഇവിടെ വരികയും അതിൻ്റെ പ്ലാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവരും പറഞ്ഞ് ചെയ്തു തരാം. പ്ലാൻ ചെയ്ത മാതിരി തന്നെ അവർ കറക്റ്റായിട്ട് ഉണ്ടാക്കി നമ്മുടെ ഐഡിയ തന്നെ ചെയ്ത് കൊണ്ടു തന്നു. അങ്ങനെയാണ് പാലപ്പത്തിൻ്റെ മെഷീൻ റെഡി ആയത്. നല്ല പ്രൊഡക്റ്റ് എന്താണോ അതിനാണ് ഡിമാൻഡുള്ളത്. നമ്മൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക, നല്ല രീതിയിൽ നമ്മൾ ചെയ്യണത് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പം നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഫോർമുല അറിയാൻ പാണ്ടാവില്ല, പക്ഷേ ചെയ്ത് തന്നെ നമ്മൾ തന്നെ പഠിച്ച് തന്നെ ചെയ്യണം. പിന്നെ സാധനങ്ങൾ എടുക്കുമ്പോൾ അരി എടുക്കുമ്പോൾ നല്ലത് എടുക്കണം, പഞ്ചസാര ആയാലും ഈ പൊടിയില്ലാത്ത നല്ല നൈസ് മധുരമുള്ളത് തന്നെ എടുക്കണം. അതേമാതിരി വെളിച്ചെണ്ണ ആയാലും നല്ല കമ്പനിക്കാരെ എടുക്കണം, മൈദ ആയാലും ആട്ട എന്ത് സാധനമായാലും നല്ല ക്വാളിറ്റി സാധനങ്ങൾ എടുത്താൽ മാത്രമാണ് ക്വാളിറ്റി കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫോർമുല കറക്റ്റ് ആവണമെങ്കിൽ മാസങ്ങളോളം നമ്മൾ ഈ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഇതിൻ്റെ ഫോർമുല കറക്റ്റായി കിട്ടുള്ളൂ. ഒരാളുടെ ഫോർമുല കണ്ടോ ചെന്ന് പഠിച്ചാലോ ഒന്നും ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഐഡിയയിൽ തന്നെ ഇത് ശരിയാക്കി എടുത്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഭാര്യയും ഞാനും കൂടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു കമ്പനി എന്ന് തന്നെ പറയാം. എനിക്ക് സപ്പോർട്ട് ഭാര്യയും, ഭാര്യയ്ക്ക് സപ്പോർട്ട് ഞാനും. അതേമാതിരി അത്ര ശക്തമായിട്ട് അത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഒരു സ്ഥാപനം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത്.
ആദ്യത്തെ 3 വർഷത്തേക്ക് നല്ലോണം കഷ്ടപ്പാട് തന്നെയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാം. മാക്സിമം ഒരു 500 പീസായാലും മതി. ഒരു വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾ അടിപൊളിയായിട്ട് കഴിയാവുന്ന രീതിയിലുള്ള ലാഭം ഉണ്ടാവും. ഇവരെ ചേർന്ന് നടത്തുന്ന ഈ ഒരു ഫാമിലി ബിസിനസ് അതൊരു മികച്ച ബിസിനസ്സായി കേരളം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു സംരംഭമായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.